ഹലോ ഹായ് നമസ്കാരം. ഞാൻ സനിത. എൻ്റെ ചാനലിലോട്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി ആനയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞ മരുന്നിൻ്റെ ഒരു 4 കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ കനം കുറഞ്ഞൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ചെവിയുടെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തുമ്പിക്കൈയുടെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഒരു 4 കുപ്പിയിൽ നിന്ന് 2 കുപ്പി എടുത്ത് കറുത്ത ക്ലോത്തേൽ, അതായത് 2 കുപ്പികൾ തമ്മിൽ ഒട്ടിച്ചിട്ട് അതിൽ കറുത്ത തുണി ഒട്ടിച്ച് വെക്കുക. ഇനി നമ്മൾ ചെയ്തെടുത്ത ആ ചെവിയുടെ ഭാഗവും തുമ്പിക്കയുടെ ഭാഗവും എല്ലാം കറുത്ത തുണി കൊണ്ട് ഒട്ടിച്ചെടുക്കുക. ഇനി 2 കുപ്പികൾ തമ്മിൽ കാലായിട്ട് ചേർത്ത് വെച്ച് ഒട്ടിക്കുക. സെൻറ്ററിൽ തുമ്പിക്ക ഒട്ടിക്കുക, 2 സൈഡിൽ ഓരോ ചെവി വീതം ഒട്ടിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇപ്പോൾ ഏകദേശം ഒരു ആനയുടെ ഷേപ്പായിട്ടുണ്ട്. ഇനി നമുക്കൊരു കറുത്ത ചരട് ഒന്ന് കെട്ടിക്കൊടുക്കാം പുറകു ഭാഗത്ത്. ഇതൊരു വോൾ ഹാങ്ങറാണ്. ഇപ്പോൾ ഏകദേശം ആനയുടെ ഒരു ഷേപ്പായി. ഇനി നമുക്ക് മസ്തകത്തിനും തുമ്പിക്കൈക്കൊക്കെ ഒന്ന് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ ചരട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 കൊമ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പേപ്പർ കൊണ്ട് 2 കൊമ്പൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പേപ്പർ ചുരുട്ടി കോൺ ഷേപ്പിൽ ചുരുട്ടി അതിൻ്റെ സൈഡിൽ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ കാലിൻ്റെ നഖത്തിൻ്റെ കളറൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. ആനയുടെ കാലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ നഖമാണ്. അപ്പം നമ്മൾ അതുപോലെ വലിയ നഖം ഒന്ന് വരച്ച് കൊടുക്കണം. ഇത് വളരെ ആയാസരഹിതമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കാലടിച്ച് കൊടുത്തിട്ടുണ്ട്, നഖം അടിച്ച് കൊടുത്തിട്ടുണ്ട്. തുമ്പിക്കയിലും കുറച്ച് കളറ് ഒന്നുകൂടെ ആ നഖത്തിൻ്റെ മാച്ച് ചെയ്യുന്ന കളർ തന്നെ നമ്മൾ അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് റോസ് കളർ എടുത്തിട്ട് മസ്തകം ആ ഭാഗമൊക്കെ നമുക്കൊന്ന് തുമ്പിക്കൈയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആനയുടെ തുമ്പിക്കൈ ഭാഗമൊക്കെ ഇങ്ങനെ കളർ പോയ രീതി നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ പാടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൊലിയൊക്കെ പോയിട്ട് ഒരുതരം റോസ് കളറിൽ. അപ്പോൾ ആ ഒരു ടൈപ്പ് പുള്ളിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഐഡിയ പോലെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലൊന്ന് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുത്തി ബ്രഷിൽ കളർ എടുത്തിട്ട് കുത്തി വരച്ച് കൊടുത്താൽ മതിയാകും. ഇതുപോലത്തെ ഒരു ചെറിയ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ആനയുടെ ഏകദേശം വർക്ക് തീർന്നു. ഇത്രയോടെ ഈ ഡിസൈനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനയുടെ വർക്കൊക്കെ തീർന്നു. അപ്പോൾ എൻ്റെ ചാനൽ കയറി കാണാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്ത് എന്നെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെവിയും കൂടെ ഇങ്ങനെ ഡോട്ടിട്ട് കൊടുക്കുകയാണ്. മസ്തകം മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം ചെവിയുടെ ഭാഗങ്ങളുമൊക്കെ കുറച്ച് ഡോട്ടിട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് മിക്കവർക്കും തന്നെ വലിയ ഇഷ്ടമുള്ളൊരു ജന്തുവാണ് ആന. എന്നെ സംബന്ധിച്ച് എനിക്ക് ആനേനെ വളരെ പേടിയുള്ളൊരു കൂട്ടത്തിലാണ്. എനിക്കങ്ങനെ ചില ബാഡ് അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആനയെ പേടിയാണ്. എന്നാൽ ആനയെ ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. ആനേനെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നാൽ ആനയെ ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആനയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. ഈ നെറ്റിപ്പട്ടൊക്കെ ഇട്ട് നിൽക്കുന്നത് കാണാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ആനയെ ഉള്ളിൽ ഇഷ്ടവുമാണ്, ഭയവുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം. അപ്പം നമുക്കിതിങ്ങനെ തൂക്കിയിട്ട് ഒരു വാൾ ഹാങ്ങർ പോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ആ കുപ്പിയുടെ അടപ്പിനുള്ളിൽ നമുക്ക് പേനായോ പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വേണമെങ്കിൽ ആ രീതിയിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ.